നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നന്ദു ഹോട്ടലിലേക്ക് വരുവാണ്. അപ്പൊ നന്ദുവിന് ഒരു പാർട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനി. അങ്ങനെ നന്ദു വന്നു കഴിഞ്ഞിട്ടോ അനിയെ കണ്ടില്ലേ, അവൻ ഇതിലോട്ട് എത്തിയില്ലേ? അപ്പൊ അവൻ നേരത്തെ വരുമെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നീട് നന്ദു അവിടെ വന്നിട്ട് അനിയെ വിളിക്കുകയാണ്. നീ ഇത് എവിടെയാടാ? നീ എന്താ ഇതിലോട്ട് എത്തിയില്ലെന്ന് ചോദിച്ചു. ദേ ഞാൻ ഇപ്പൊ തന്നെ വരും, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞു. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഓർത്തു അവൻ അങ്ങനെ താമസിക്കുന്നതല്ല. ആദ്യം വരുമെന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്താ, ഇവിടെ എത്താറായെന്നും പറഞ്ഞ് വിളിച്ചാ, എന്നിട്ട് ഇതിലായിട്ടും എത്തിയതുമില്ല. ആ സമയത്ത് അനി അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നേ. വന്നങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനുമാണ് അനി ആ കാഴ്ച കാണുന്നത്. നവീനും നവീന്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ അവിടേക്ക് വരുന്നു. ദൈവമേ, പെട്ടല്ലോ എന്റെ ഭഗവാനെ, ഇനി എന്ത് ചെയ്യണം തോർത്തു. പെട്ടെന്ന് അനി എന്ത് ചെയ്തു, ഓടി അകത്തേക്ക് കയറിയിട്ട് ലിഫ്റ്റിനകത്തേക്ക് കയറുവാണ്. ലിഫ്റ്റിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഈ സമയത്ത് നവീന്റെ ഫ്രണ്ട്സ് നവീനോട് പറഞ്ഞു, എടാ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കോമ്പൻസേഷൻ നീ ഞങ്ങൾക്ക് വാങ്ങി തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതെന്ന് പറഞ്ഞു, പാർട്ടിക്ക് വേണ്ടിയിട്ട്. എടാ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു, വേണം. പിന്നെ ഇത്ര നല്ല ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളൊരു പാർട്ടി നിനക്ക് തരാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അവന്മാര് പറയാണ്. അങ്ങനെ അവന്മാര് നവീനെയും കൂട്ടി അകത്തേക്ക് പോവുക. ഈ സമയത്ത് അനി ലിഫ്റ്റ് കുടുങ്ങിപ്പോയി. കാരണം അനി വീണ്ടും വീണ്ടും ബട്ടൺ അമർത്തെങ്കിലും ലിഫ്റ്റ് ഒരിടത്ത് എത്തുന്നുണ്ടായിരുന്നില്ല. ലിഫ്റ്റ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അനി ആകെപ്പാടെ അതിനകത്ത് നിന്ന് വേർത്ത് കുളിക്കുകയാണ്. ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നന്ദോടെ കാത്ത് ഇരിക്കുവാണല്ലോ. ലിഫ്റ്റിനകത്ത് താൻ കുടുങ്ങി പോവുകയും ചെയ്തല്ലോ. അവളോർക്കും താൻ ഇതിലേ പോയെന്ന്. അവളെ വന്നിട്ട് കുറച്ച് സമയം ആവുകയും ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നോർത്ത് വല്ലാത്തൊരു ടെൻഷനിലായിപ്പോയി അനി. ഈ സമയം നവീന് തന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി അകത്തേക്ക് ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് നന്ദു ഇരിക്കുന്നുണ്ട്. നന്ദു അല്ലേ? പെട്ടെന്ന് നന്ദുവിന്റെ അടുത്തേക്ക് ചെന്നു. നന്ദുവിന്റെ അടുത്ത് ചോദിച്ചു, ആ നീയോ? ഇതെന്താ നീ ഇവിടെന്ന് ചോദിച്ചു. ആ സമയത്ത് നന്ദു പറഞ്ഞു, അത് പിന്നെ അനി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ പ്രോജക്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയതല്ലേ അവന്. അപ്പൊ ആ ഡീൽ ഉറപ്പിച്ചതിന്റെ സന്തോഷത്തിനാന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. ദേ ഇവന്മാര് എന്നെ കൂട്ടിക്കൊണ്ട് വന്ന എനിക്കൊരു ഡിന്നർ തരാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും നല്ല കാര്യമേ. ഒരു കാര്യം ചെയ്യാം, എടാ നിങ്ങൾ പോയിക്കോ, ഇന്ന് ഞാൻ നന്ദുവിനോടൊപ്പം കൂടുവാന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ എടാ നീ ഞങ്ങക്ക് ഇന്ന് വേണ്ടപ്പെട്ട ഒരാളാ, അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, സാരമില്ല, എനിക്ക് നിങ്ങൾ പിന്നെ വേറൊരു ദിവസം ഡിന്നർ തന്നാൽ മതി, ഒരു പാർട്ടി തന്നാൽ മതി, ഇന്ന് ഞാൻ നന്ദുവിന്റെ കൂടെ കൂടുവാന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാരെ പറഞ്ഞു വിട്ടു. കാരണം നവീൻ നോക്കിക്കഴിഞ്ഞപ്പം നന്ദുവിന്റെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവീൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. അത് ഇന്ന്. അങ്ങനെ നവീൻ ചോദിച്ചു, അനി എന്നിട്ട് എന്ത് ചെയ്യുന്ന ചോദിച്ചു. അതാ അവനെ ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും വിളിച്ചു കഴിഞ്ഞിട്ട് കിട്ടണില്ല, പരിധിക്ക് പുറത്താ. കാരണം വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പരിധിക്ക് പുറത്താ, കിട്ടുന്നുണ്ടായിരുന്നില്ല. ലിഫ്റ്റിനകത്ത് കോള് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നന്ദുവിന് മൊത്തം. അവനിത് എന്തു പറ്റിയെന്ന് ഓർത്തിട്ട് ആ സമയം നവീൻ മാക്സിമം പ്രയോജനപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. നവീൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, അവൻ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് അവൻ ഇതിലിട്ട് വന്നില്ലേ? പാർട്ടി തരാന്ന് പറഞ്ഞ ആൾ അവനല്ലേ? അപ്പൊ അവൻ നേരത്തെ വരാനായിട്ട്. അതെ നവീനേട്ടാ, പക്ഷേ അവനെന്തോ ഇതിലായിട്ട് എത്തിയിട്ടില്ല. അല്ല എന്നാലും അവൻ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോന്നൊക്കെ ചോദിച്ചു. ആ ശരി, സാരമില്ല, അവന് വരട്ടെ, ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് നന്ദുവിന് ആകെപ്പാടെ ടെൻഷനായി. ദൈവമേ, നവീനേട്ടനും കൂടെ വന്നിരുന്നു. അവന് ആഗ്രഹിക്കുന്ന കാര്യമില്ല. അവൻ എപ്പോഴും പറയാറുണ്ട് പാർട്ടി നടത്തുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും തനിച്ചു മതിയെന്ന്. പക്ഷെ നവീനേട്ടൻ വന്ന് ഇരിക്കുകയും ചെയ്തു. എഴുന്നേറ്റ് പോകാൻ പറയാൻ പറ്റില്ലല്ലോ. ആ സമയം നവീൻ പറഞ്ഞു, എന്നാലും ഇനിയിപ്പോ എന്ത് ചെയ്യും നന്ദുവിനെ വിളിച്ചു വരുത്തിയിട്ട് അവൻ അധിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ നവീനേട്ട, ഫുഡും കാര്യങ്ങളൊക്കെ അവൻ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതൊക്കെ ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞു. ഓ, അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അതെ, അതൊക്കെ ഇപ്പൊ തന്നെ വരും. ഈ സമയത്ത് നവീൻ പറഞ്ഞു, എന്നാലും എത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോഴേക്കും നന്ദി ചോദിച്ചു, അല്ല അവന്റെ ഡിവോഴ്സിന്റെ കാര്യം എന്തായി നവീനേട്ടാ? അതുപോലെ നടക്കുമോ? ഓ അതോ, ആ അനാമികയുടെ സ്വഭാവം അറിയാലോ, അവൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പൊ അവള് പറയണത് അവൾക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് പറയണേ, അവൾക്ക് കോമ്പൻസേഷൻ വേണം. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, 1 രൂപ പോലും കോമ്പൻസേഷൻ വാങ്ങിച്ചു കൊടുക്കരുത് നവീനേട്ടാ, കാരണം അവൾ എങ്ങനെയുള്ളവളാന്ന് നമുക്കറിയാലോ, അതുകൊണ്ട് അതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, ആ ഇതിനു മുമ്പ് അവനെ രക്ഷിച്ച് ഞാനില്ലേ, അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം പയറ്റും. പക്ഷേങ്കിൽ അനാമിക അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല അവനപ്പോൾ ഡിവോഴ്സ് ഉടനെ കിട്ടത്തില്ലേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നവീൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, അവന് ഡിവോഴ്സ് കിട്ടിയിട്ട് വേണം അവന് ചിലപ്പം
ഇവളോട് ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവളെ ജീവിതത്തിലേക്ക് കൂട്ടാനായിട്ട് അതൊരു കാരണവശാലും താൻ സമ്മതിക്കില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സറിയും. അപ്പം പിന്നീട് നവീൻ പറഞ്ഞു, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അധികം വൈകാതെ തന്നെ കിട്ടുമെന്നൊക്കെയാണ് പ്രതീക്ഷ എന്നൊക്കെ ഇങ്ങനെ നവീനും പറഞ്ഞു. ഈ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവമേ, എന്താ ഇത്, ഇതുവരെയായിട്ടും ലിഫ്റ്റ് ശരിയാക്കിയിട്ടില്ല, എങ്ങനെ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റും? അവൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കും. അവൾക്ക് സങ്കടവും ദേഷ്യവും ആവുന്നുണ്ടായിരിക്കും, കാരണം താൻ വിളിച്ചു വരുത്തിയതാണ്, എന്നിട്ട് അത് ക്ഷേപിക്കുന്നത് തുല്യമായിട്ടല്ലേ ഇപ്പം. പക്ഷെ അവൾക്ക് അറിയത്തില്ലല്ലോ താൻ ലിഫ്റ്റിനകത്ത് കുടുങ്ങിയിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയായി പോയി. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചായിട്ട് അറിയത്തില്ല. ഈ അടുത്ത കാലത്ത് ഓപ്പൺ ചെയ്ത ഹോട്ടലാണ് താനും, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നന്ദുവിൻ്റെയൊക്കെ ടേബിളിൽ ഫുഡ് വന്നു. ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ നന്ദുവിന് ആകെപ്പാട് ടെൻഷനായി. നവീൻ പറഞ്ഞു, നന്ദു ഇനിയിപ്പോൾ അവനെ നോക്കി എന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല, ഒരു കാര്യം ചെയ്യാം, ഫുഡ് കഴിക്കാൻ തുടങ്ങാൻ പറഞ്ഞു. അല്ല നവീനേട്ടാ, അനി വരാതെ എങ്ങനെയാ? അവനെ നോക്കിയിരിക്കാനോ, നല്ല കഥയെ. അതെ, അവൻ ചീറ്റ് ചെയ്താന്ന് തോന്നുന്നേ. വരാനാണെങ്കിൽ അപ്പോൾ വരണ്ടല്ലേ അവന്? ഇത്ര സമയമായിട്ട് അവൻ വന്നോ? പറഞ്ഞാൽ വാക്കിന് വിലയില്ലാത്തവനാന്ന് തോന്നുന്നവന്, അതുകൊണ്ടല്ലേ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീൻ കുറ്റപ്പെടുത്തുവാണ് അനിയെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, നവീനേട്ടാ അങ്ങനൊന്നും പറയരുത്, ചിലപ്പോൾ എനിക്ക് എന്തേലും പെട്ടെന്ന് എന്തേലും ആവശ്യം വന്നാലോ, അതുകൊണ്ടാണെങ്കിലോ. നവീനേന്റെ സംസാരം കേട്ടിട്ട് അവനോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. എനിക്കോ? എനിക്ക് എന്ത് ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നും ഇല്ലെന്നേ. ഞാൻ അല്ലെങ്കിലും എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ അവൻ വരാത്തതിന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞ, നന്ദുവിനെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഇവിടെ ഇരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പോയതാ, അല്ലാതെ എനിക്ക് അവനോട് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അവൻ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ, പക്ഷെ ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല, അതാ നന്ദു പറഞ്ഞ്. നന്ദു കഴിക്ക്, വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒന്നും മേലാത്ത അവസ്ഥയെപ്പി. അങ്ങനെ നന്ദു കഴിക്കുവാണ്. നന്ദു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവീൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഞങ്ങൾക്ക് ഒരു പാർട്ടി തരേണ്ടതാണ്. ഈ പറഞ്ഞ അവനെ കേസിൽ നിന്നൊക്കെ ഇതിനു മുമ്പ് രക്ഷിച്ച് ഞാനല്ലേ, പിന്നെ ഇപ്പൊ തന്നെയാണെങ്കിലും അവന്റെ വിജയം, ഈ പറയുന്ന അവന്റെ വിജയം മാത്രമല്ലോ, അത് ആദർശേന്റെ നയനെടുത്തിടാൻ കൂടെ വിജയമല്ലേന്ന് ചോദിച്ചു. അത് ശരിയാ, അല്ലെങ്കിലും അവൻ ഇത്രമാത്രം വലിയ കഴിവൊക്കെ ഉണ്ടോ? നന്ദു ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞു. ഇതെന്താ നവീനേട്ടൻ ഇങ്ങനെ പറയണമെന്നൊക്കെ നന്ദു ഇങ്ങനെ ആലോചിക്കുകയാണ്. നവീനേട്ടൻ അത്ര അനിയോട് അത്ര പിടുത്തമില്ലാത്ത പോലെ സംസാരിക്കുന്നേ. നന്ദു അത് പ്രത്യേകം നോട്ട് ചെയ്യുകയും ചെയ്തു. ഒടുവിൽ അങ്ങനെ അവിടെ സംസാരിച്ചിരുന്ന അവർ ആഹാരമൊക്കെ കഴിക്കുകയാണ്. ആഹാരം കഴിച്ചിറങ്ങിയിട്ടും അനി വരുന്നുണ്ടായിരുന്നില്ല. നന്ദുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ആഹാരം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് നന്ദു പറഞ്ഞു, എങ്കിൽ ഞാൻ പോയിക്കോട്ടെ നവീനേട്ടാ, ഇപ്പൊ തന്നെ കുറെ ലേറ്റ് ആയെന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, ശരിയെന്നാ നന്ദു പോയിക്കോളാൻ പറഞ്ഞു. എന്നാലും അവൻ ഈ ചതി നന്ദുവിനോട് ചെയ്യണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നോണ്ട് നന്ദുവിനൊരു കമ്പനി ആയല്ലോ എന്നൊക്കെ പറയണം. നന്ദു പറഞ്ഞ ശരി നവീനേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങനെ പോവാണ്. ഈ സമയത്ത് അനി എന്ത് ചെയ്തു? ആകെപ്പാട് ടെൻഷനിലായിരുന്നു. അപ്പോഴേക്കും ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ വന്ന് അങ്ങനെ ലിഫ്റ്റ് തുറന്ന് അനിയെ പുറത്തെത്തിക്കണം. അനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തന്നെ അനി അവരോട് ദേഷ്യപ്പെടുവാണ്. നിങ്ങൾ എന്തു പരിപാടിയാ കാണിച്ചേ? ഈയിടെ തുടങ്ങിയ ഹോട്ടലല്ലേ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയോ? നിങ്ങൾക്ക് എന്താ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഒരാൾ ലിഫ്റ്റ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ രക്ഷിക്കണമെന്നൊന്നും ഇല്ലേന്ന് ചോദിച്ചു. സാറേ, അത് പിന്നെ കറണ്ട് പോയപ്പോൾ, കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ ജനറേറ്റർ ഇല്ലേ, ജനറേറ്റർ ഇട്ട് വന്നപ്പോഴത്തേനും ലിഫ്റ്റ് സ്റ്റക്കായെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ തടി തപ്പാൻ ശ്രമിക്കണം. ഈ സമയത്ത് അനി പറഞ്ഞു, ഞാൻ സമയത്തിന് വില കൽപ്പിക്കുന്നവനാ, നിനക്കറിയാവോ? എത്ര സമയമെന്നറിയാം ഞാൻ ഇന്നത്തെ കുടുങ്ങിപ്പോയത്. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അത് മനസ്സിലാകത്തില്ല. അതെങ്ങനെയാ? ഏത് സമയത്താണോ എന്തോ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത്, നല്ലൊരു ഹോട്ടലാന്ന് കരുതിയിട്ട് അവിടേക്ക് വന്നേ. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ പരിപാടിയെ കാണിച്ചേ. നിങ്ങളുടെ സമയത്തിനല്ല, ഞാൻ എൻ്റെ സമയത്തിന് പ്രാധാന്യം കൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് കുറെ വഴക്കുണ്ടാക്കി. ഒടുവിൽ അനി അങ്ങോട്ടേക്കൊന്ന് മാനേജരോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എന്തു പരിപാടിയാടോ കാണിച്ചേ? നിങ്ങൾക്ക് എന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. സാറേ, അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ കയ്യെ കാലേ വീഴുന്നുണ്ട് അനിയുടെ. പിന്നീട് അനി ടേബിളിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേനും അവിടെ ആരെയും കണ്ടില്ല, നന്ദുവിനെയും കണ്ടില്ല. ആ സമയത്ത് അവിടുത്തെ വെയിറ്റർ വന്നിട്ട് പറഞ്ഞു, അനിയൊക്കെ പരിചയമുള്ള സാറേ, സാറ് വന്നില്ലെങ്കിലും നന്ദു മാഡത്തിന്റെ കൂടെ ആ വക്കീലുണ്ടായിരുന്നു, വക്കീൽ വന്നോണ്ട് അവര് ഡിന്നർ കഴിച്ചിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. താൻ കൃത്യസമയത്ത് വരാന്ന് പറഞ്ഞു. ഒടുവിൽ അനി എന്ത് ചെയ്തു? നന്ദുവിനെ വിളിക്കുകയാണ്. പക്ഷെ കുറെ വിളിച്ചിട്ട് നന്ദു കോൾ എടുത്തില്ല. എനിക്ക് ടെൻഷനായിപ്പോയി, എന്താ അവള് കോൾ എടുക്കാത്ത? തന്നോടുള്ള ദേഷ്യം കാണും താൻ വരാത്തതിന്റെ. പിന്നീട് നവീനെ വിളിച്ചു. നവീനെ വിളിച്ചപ്പോ നവീൻ പറഞ്ഞു, നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? ഒന്നുമല്ല, ഒരു ഡിന്നർ കൊടുക്കാന്ന് പറഞ്ഞൊരാളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ വരണ്ടേ? എടാ, അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ലിഫ്റ്റ് കുടുങ്ങിയെന്ന് പറഞ്ഞു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല,
നീ ഒരു കാര്യം ചെയ്യ, നന്ദുവിനോട് വിളിച്ചു പറഞ്ഞോളാൻ പറഞ്ഞു. എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യ, ഞാൻ വിളിച്ചിട്ട് അവൾ കോൾ എടുക്കുന്നില്ല, നീ തന്നെ അവളോട് കാര്യങ്ങൾ വിളിച്ചു പറ. ഞാൻ വിളിച്ചു പറയാനാ? അതെ, നീ തന്നെ വിളിച്ചു പറയടാന്ന് പറഞ്ഞു. അത് കിട്ടിഞ്ഞപ്പോ നവീൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല, ഞാൻ പറഞ്ഞ ശരിയാകത്തില്ല. എടാ ഒന്നുമല്ലേലും നീ അവൾക്ക് മാത്രം ഡിന്നർ കൊടുത്തു. നിന്റെ വിജയത്തിൽ ഞാനും ആദർശേനും നയനേടത്തി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്താടാ ഒരു പാർട്ടി ഇടാൻ നിനക്ക് തോന്നാത്തെ? അവൾക്ക് മാത്രം വിളിച്ചു കൊടുത്തേ. എടാ അത് പിന്നെ അങ്ങനെയല്ല. ഈ സമയം നവീൻ മനസ്സിൽ പറഞ്ഞു, എനിക്കറിയാടാ നീ കടന്ന് കൂടുതൽ ഉരുണ്ട് മെഴുകണ്ട എന്നൊക്കെ നവീൻ ഇങ്ങനെ മനസ്സിൽ പറയാണ്. ഈ സമയം അനു പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യുക, എനിക്കൊരു ഉപകാരം ചെയ്യുക, എങ്ങനെയെങ്കിലും അവനെ വിളിച്ചു പറ. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വിളിച്ചിട്ട് വേണം ഇനി അവളുടെ വയലിക്കുന്ന ചീത്ത മുഴുവൻ ഞാൻ കേൾക്കാനായിട്ട്. നീ തന്നെ വിളിച്ചു പറഞ്ഞാൽ മതി എന്നൊക്കെ അനിയോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ വിളിച്ചിട്ടാണ് നന്ദു കോളും എടുക്കുന്നില്ലല്ലോ. ഈ സമയം നവീൻ മനസ്സിൽ പറഞ്ഞു, എടാ നിന്റെ മനസ്സിലിപ്പിക്കറിയാം, ആ നാമിയെ ഡിവോഴ്സ് ചെയ്തിട്ട് അവളുടെ കഴുത്തിൽ താലി ആർത്താനല്ലേ, അത് നടക്കില്ലടാ. ഇനിയിപ്പം നീ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അവളോട് ഇഷ്ടമാണെന്ന് നിനക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ നവീൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.